നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ ആയുള്ളത് വേണമെങ്കിൽ പറയാം, ദൈവം മാത്രമല്ല. ആ ദൈവമാണ് പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ചെയ്തു കൂട്ടി എന്നെ കണക്കൊക്കെ തീർക്കാൻ ദൈവം ആയുസ് നീട്ടിക്കൊടുത്ത സ്വയം ജീവൻ ഒടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരും നിങ്ങൾക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും നിന്റെ അമ്മയോട് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തു തുടങ്ങാൻ പറ. എങ്കിൽ നീയെങ്കിലും രക്ഷപ്പെടും. അച്ഛന്റെ തീരുമാനം എന്തൊക്കെയാണെന്ന് അറിയില്ല. വീടിന്റെ രജിസ്ട്രേഷൻ അടുത്ത ദിവസം തന്നെ കാണും. അച്ഛൻ വരുമ്പോ ഞാൻ സംസാരിക്കാം അമ്മ. മാഷിനെ ഞങ്ങൾക്ക് ഒന്ന് കാണുന്നുണ്ട്. രജിസ്ട്രേഷന് വന്നാലേ കുറച്ചു ദിവസം അദ്ദേഹം ഇവിടെ കാണുമായിരിക്കുമല്ലേ? അതെ. അമ്പിളി ചേച്ചിയും ദയയും അച്ഛന്റെ ഒപ്പം വരുന്നുണ്ട്. അവര് മക്കളെയും കൊണ്ടുവരും. അനുചേച്ചി വീട്ടില് തനിച്ചല്ലേ, അപ്പൊ എല്ലാവരും കുറച്ചുനാൾ അവിടെ താമസിക്കായിരിക്കും. ചീരു എന്തായാലും ഇനി പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോകണ്ട. ഡെലിവറി ഇവിടുത്തെ ഹോസ്പിറ്റലല്ലേ. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉള്ള സ്ഥിതിക്ക് ചീരുനും മക്കൾക്കും വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാമല്ലോ. ഞാൻ പറഞ്ഞില്ലെങ്കിലേ അച്ഛൻ വരട്ടെ. ഞാനായിട്ട് ഒരു തീരുമാനം എടുക്കുന്നില്ല. ഒക്കെ അച്ഛൻ തന്നെ തീരുമാനിക്കട്ടെ. മതി, അത് മതി. ചീരുവിന് വിനയനൊപ്പം വന്ന് താമസിക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് അതറിഞ്ഞാ മതി മോളെ. ചീരു അവളുടെ കാര്യം നേരത്തെ എന്നോട് പറഞ്ഞല്ലോ ഏട്ടാ. അച്ഛൻ തീരുമാനിക്കുന്ന പോലെ ചെയ്യാന്ന് ഇപ്പോഴും പറഞ്ഞു.